ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് കാണിക്കുന്നത് ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. അതിന് ഞാൻ മാക്സിമം യൂസ് ചെയ്തിരിക്കുന്നത് 300-നകത്ത് വരുന്ന പ്രൊഡക്ട്സുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത ഫേസിലേക്ക് ഞാൻ റോസ് വാട്ടർ അപ്ലൈ ചെയ്യുവാണ്. റോസ് വാട്ടറിന് എടുത്തിരിക്കുന്നത് വിഷ് കെയറിൻ്റെ റോസ് വാട്ടറാണ്. നന്നായിട്ട് എപ്പോഴും ക്ലെൻസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ മേക്കപ്പ് നമ്മുടെ സ്കിന്നിൽ ചെയ്യാവൂ. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് സ്കിൻ കെയറും ചെയ്തിട്ടുണ്ടാവണം. പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഒരു സൂപ്പർ ലൈറ്റ് ജെൽ എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇത് നന്നായിട്ട് നമുക്ക് ഓയിലി സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. വാദി ഹെർബൽസിൻ്റെ ബ്ലൂബെറി ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത് ലിപ്പിന് വേണ്ടിയിട്ട്. അത് നന്നായിട്ട് ഒരു ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. അതിനുശേഷം നമുക്ക് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തെടുക്കാം. LA ഷീൽഡിൻ്റെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. LA ഷീൽഡിൻ്റെ മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ്. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നെക്കിലും ഫേസിലും അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രോഡക്ട്സും നമ്മൾ നെക്കിലും ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി മേക്കപ്പിലേക്ക് പോകാം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു ഫെസ്റ്റിവൽ മോഡലുള്ള മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് ലാക്മിയുടെ ലൂമി ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടും. ഞാൻ ബേസിന് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, പകരം ഇൻസൈഡിൻ്റെ HD കൺസിലർ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ പാടുകളും മാർക്സും ഒക്കെയാണ് മറയ്ക്കാൻ ശ്രമിക്കുന്നത്. മീൻസ് എൻ്റെ അണ്ടർ ഐ സർക്കിൾസിൻ്റെ അവിടെയുള്ള പിഗ്മെൻറ്റേഷൻസ്, പിന്നെ മൂക്കിൻ്റെ മുകളിൽ, മൂക്കിൻ്റെ സൈഡിൽ, പിന്നെ നമ്മുടെ ചീക്കിലുള്ള കുഞ്ഞു കുഞ്ഞ് ആക്നെ മാർക്സ്, പിന്നെ നമ്മുടെ ലിപ്പിൻ്റെ ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ ഞാൻ ഈ കൺസിലർ വെച്ച് തന്നെ ഒന്ന് മറയ്ക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. അതിന് ടൈം എടുക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ബ്രഷിലോട്ട് മാറി. ഇപ്പോൾ നമുക്ക് സ്കൂളിൽ കോളേജ് കുട്ടികൾക്ക് നമ്മുടെ കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മേക്കപ്പ് ബ്ലെൻഡർ വാങ്ങിക്കാവുന്നതാണ്. അത് കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. നമുക്ക് പിന്നെ കുറച്ച് ഇതിൻ്റെ ബാക്കി ഇരിക്കുന്നതൊക്കെ നെക്കിലും നമ്മുടെ ഈ ഫോർഹെഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്, ബ്രഷിൻ്റെ ബാക്കി ഇരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് കോമ്പാക്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻസൈഡിൻ്റെ മിനറലൈസ്ഡ് പ്രസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് പിടിച്ച് നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഭയങ്കര ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി കേക്കി ആവുകയോ നമ്മുടെ ആ ഗ്ലോ പോവുകയില്ല. നന്നായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് കോമ്പാക്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്കിലും ഫേസിലും. ഇനി ബ്ലൂ ഹെവൻ്റെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പിഗ്മെൻറ്റേഷനുള്ള ബ്ലഷ് വെച്ചിട്ട് സെയിം ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചീക്കിലും നോസിൻ്റെ അവിടെയും ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്വിസ് ബ്യൂട്ടി അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റ് വെച്ചിട്ടാണ് ഞാൻ ഐ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബ്രഷ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു കുഞ്ഞു ബ്രഷാണ്. അപ്പോൾ ഇത് ഒരു ഐഷാഡോ ബ്രഷാണ്. അതിന് പിടിച്ചിരിക്കുന്ന രീതി നിങ്ങൾ നോക്കണം. അതിൻ്റെ ബാക്കിൽ നിന്ന് ടിപ്പിലായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഐഷാഡോ ആകത്തില്ല. നമുക്ക് അതിനായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെയ്ത രീതി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുത്തിട്ട്, ലൈറ്റ് ഷെയ്ഡാണ്, ഡാബ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ടിപ്പിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിഡിലേക്ക് ഞാൻ ചെറിയൊരു ഷിമറി ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ബാറ്റിൽ തന്നെയാണ്. അത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിൽ ഒരു ചെറിയൊരു കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ലൈറ്റ് ഷെയ്ഡും ഇപ്പോൾ അപ്ലൈ ചെയ്ത ഷിമറി ഷെയ്ഡുമായിട്ട് ഒരു സ്പൂളി എടുത്തിട്ട് നമുക്ക് ഐബ്രോ നന്നായിട്ട് ചീക്കി ഒതുക്കി കൊടുക്കാവുന്നതാണ്. നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഐഷാഡോ പാലറ്റിൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബ്രഷാണ് ഞാൻ അതിന് യൂസ് ചെയ്യുന്നത്. ഒരു നാരോ ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു ബ്രഷാണ്. ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തിക്കായ ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടക്ക ഭാഗം നമ്മൾ ബാക്കി വരുന്ന കുഞ്ഞ് പ്രോഡക്റ്റ് വെച്ചിട്ട് ഇത്തിരി പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ചീകി ഒതുക്കി കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എൻ്റെ നോസ് ചെറുതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോസ് മാത്രം ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. സെയിം തൊട്ട് മുമ്പ് യൂസ് ചെയ്ത ബ്രഷ് വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് നോസ് കോണ്ടൂർ ചെയ്യാവുന്നതാണ്. സെയിം ബ്രഷ് വെച്ചിട്ട് നമുക്ക് ലോവർ ലാഷിൽ നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ നമുക്ക് ആ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ശരിയായിട്ട് വരുന്നതാണ്. ഐടെക്സ് ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ട് തിന്നായിട്ടൊരു വിങ് ലൈനർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര തിക്കാക്കുന്നില്ല കേട്ടോ. ഇനി ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു അഫോർഡബിൾ ഹൈലൈറ്ററാണ്. നോസിൻ്റെ ബ്രിഡ്ജിലും ചീക്കിലും ബ്രോ ബോണിൻ്റെ അവിടെയും പിന്നെ നമ്മുടെ ഇന്നർ കോർണേഴ്സിലും ഒക്കെ ഞാൻ കൈവച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിന്നിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ഗ്ലോ നമുക്ക് കിട്ടുകയും ചെയ്യും, ഒരു ഫങ്ഷൻ ലുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ലിപ്പിലേക്ക് പോകാം. അതിന് മാസിൻ്റെ ലിപ് ലൈനർ എടുത്തിട്ട് ഒരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഷേപ്പ് ആയിട്ടുള്ളൊരു ലിപ്പ് കിട്ടുന്നതാണ്. ലിപ്സ്റ്റിക്കിന് റെനെ ഫാബ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. റസ്റ്റി റോർ എന്ന് പറയുന്ന ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഒരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാണ്, പീച്ച് ഓറഞ്ച് ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് ഇത്തിരി ഡാർക്ക് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൺസിലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിന് പുറത്തേക്ക് ഈ ലിപ്സ്റ്റിക്കിന് ഇടുന്നുണ്ട് ഒരു കറക്റ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാസിൻ്റെ മസ്കാര യൂസ് ചെയ്ത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സൂപ്പർ മസ്കാരയാണ്. അത് ഞാൻ മുകളിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ലാഷിൽ. പിന്നെ നമുക്ക് കേൾ ചെയ്ത് മുകളിലേക്ക് അഗൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മനസ്സിലായല്ലോ, കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ലോവർ ലാഷിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ ലുക്കിലേക്ക് പോകാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. കീപ്സ് വെരി ബി ഹാപ്പി ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.